എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്കൂൾ തുറന്നു, എല്ലാവരും നല്ല തിരക്കിലായില്ലേ? ഞാൻ എന്തായാലും എൻ്റെ കഥ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒഴിവുള്ള സമയം നോക്കി കേട്ടോളൂ. നമ്മുടെ ഒരു നോവല് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താ നമ്മുടെ കഥയുടെ പേര്? മാണിക്യക്കല്ല്. ആരെഴുതിയതാണ്? MT വാസുദേവൻ നായർ. ഇവിടെ വരെയ കഥ എത്തിയത്? സത്യനും ജയചന്ദ്രനും കൂടെ ആ മണിമാളികയുടെ ഉള്ളിൽ കടന്നു. അവിടെ അവരൊരു രാജകുമാരിയെ കണ്ടുമുട്ടി. രാജകുമാരി താൻ എങ്ങനെയാണ് ഈ രാക്ഷസൻ്റെ കൊട്ടാരത്തിലെത്തിയത് എന്ന കഥ പറയാനൊരുങ്ങി. അവിടെ വരെയാണ് പറഞ്ഞത്. ഇനി രാജകുമാരി എത്തിയ കഥയും തുടർന്നുള്ളതും കേൾക്കാം. രാജകുമാരി പറഞ്ഞു, ഞാൻ തൊട്ടയലത്തെ രാജാവിൻ്റെ ഓമന മകളാണ്. എൻ്റെ അന്തഃപുരത്തിൻ്റെ പുറകിലുള്ള പൂന്തോട്ടത്തിലൂടെ നടന്നാൽ ഒരു അരുവിയുടെ തീരത്തെത്തും. ഞാൻ ദിവസവും തോഴിമാരൊത്ത് ഈ അരുവിയുടെ തീരത്തേക്ക് വരാറുണ്ട്. ഒരു ദിവസം ഈ അരുവിയുടെ തീരത്ത് വന്നപ്പോൾ നല്ല പൂക്കളുടെ സുഗന്ധം ഇങ്ങനെ കിട്ടി. ഞാൻ തോഴിമാരോട് പറഞ്ഞു, ഇത് നമ്മുടെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലുള്ള പൂവിൻ്റെ മണമല്ല, ഇത് വേറെ എവിടുന്നോ വരുന്ന ഒരു മുല്ലപ്പൂവിൻ്റെ തന്നെ മണമാണ്. അത് നിങ്ങൾ പോയി അന്വേഷിച്ച് കൊണ്ടുപോവാ. തോഴിമാരെല്ലാവരും പോയി. ഞാൻ ആ അരുവിക്കരയിൽ തന്നെ ഇരുന്ന്, സന്ധ്യാസമയമായി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വെള്ളത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ കുറേ സുഗന്ധമുള്ള പൂക്കളും പിടിച്ച് ഭീമാകാരമായ ഒരു രൂപം. പേടിച്ച് എൻ്റെ ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നില്ല. ഞാൻ കരയാനൊരുങ്ങി. അയാൾ എന്തോ പറഞ്ഞു, പക്ഷെ അത് കേട്ടില്ല. ഞാൻ ബോധം കെട്ട് വീണുപോയി. പിന്നെ ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ ഞാനിവിടെയാണ്. ഇതെവിടെയാണെന്നോ എത്ര നാളായി ഇവിടെ വന്നിട്ടെന്നോ ഒന്നും ഇപ്പോഴെനിക്ക് അറിഞ്ഞുകൂടാ. ജയചന്ദ്രനും സത്യനും ഈ കഥകളൊക്കെ ഇങ്ങനെ കേട്ടു. ജയചന്ദ്രന് ദേഷ്യം വന്നു. ജയചന്ദ്രൻ പറഞ്ഞു, ഞാൻ അയാളെ കൊന്നുകളയും. സത്യൻ പറഞ്ഞു, എന്തായാലും ഭവതിയെ കൊല്ലണമെന്ന് അയാൾക്കുണ്ടാവില്ല. എങ്കിലിങ്ങനെ. അപ്പോൾ രാജകുമാരി പറയുകയുണ്ടായി, എല്ലാ ദിവസവും രാവിലെ രാക്ഷസൻ പുറത്തു പോകും, ഉച്ചയ്ക്കാണ് തിരിച്ചു വരിക. വരുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരും. എന്നും ഈ സുഗന്ധമുള്ള പൂക്കളും വയ്ക്കും. ഞാനൊന്നും തൊടാറില്ല. എന്നെ എന്തിനാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ രൂക്ഷമായി നോക്കും. മറുപടി ഒന്നും പറയില്ല. പുറത്ത് കടക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതിനും ദേഷ്യപ്പെടും. മനുഷ്യമാംസമാണ് ഇയാൾ കഴിക്കുന്നത്. ഒരു ദിവസം ഇയാൾ പുറത്തു പോയ സമയത്ത് ഞാൻ വാതിൽ തുറന്ന് പുറത്തു വന്ന് നോക്കി. എനിക്ക് മനസ്സിലായി, കഴിച്ച മനുഷ്യമാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലുകളും ഒക്കെ ആ മുറിയിൽ കിടക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതും പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു. ഉടനെ 3 പേരും രാക്ഷസൻ വരുന്നു എന്ന് മനസ്സിലായി. സത്യൻ വേഗം അവിടെ ചത്തു കിടക്കുന്ന ആ തത്തയെ മാറ്റി. രാജകുമാരി അവരോട് ഒളിക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. അവളുടെ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് തന്നെ അവരിരുന്നു. എന്നിട്ട് കട്ടിലിൻ്റെ ഞൊറികളൊക്കെ ഇട്ടു. രാക്ഷസൻ
വാതിൽ തുറന്നു ഇവളുടെ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ വെച്ച് കൊടുത്തു. പിന്നെ പൂക്കളും വെച്ചു. അയാൾ വാതിലടച്ചു. അപ്പം അതിന് മുന്നേ സത്യൻ ചോദിക്കേണ്ടായിട്ടുണ്ട്, രാക്ഷസൻ എന്താണ് ചോദിക്കുക, എന്തു ചോദിച്ചാലാണ് ഈ തത്ത ഉത്തരം പറയുക? രാക്ഷസൻ എന്തു ചോദിച്ചാലും തത്ത ഉത്തരം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മുറിയിൽ പോയി വാതിലടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സത്യനും ജയചന്ദ്രനും കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് അവരവിടെ ഇരിക്കുമ്പോഴേക്കും രാക്ഷസൻ വിളിച്ചു ചോദിച്ചു, തത്തമ്മ ഉറങ്ങിയോ? അപ്പോൾ സത്യൻ പതുക്കെ രാജകുമാരിയോട് ചോദിച്ചു, എന്താണ് പറയുക? രാജകുമാരി ഉറങ്ങി, അതാണ് പറയുക. വീണ്ടും രാക്ഷസൻ വളരെ സ്വരത്തിൽ ചോദിച്ചു, തത്തമ്മ ഉറങ്ങിയോ? അപ്പോൾ എവിടെ നിന്നോ ഒരു തത്തമ്മയുടെ സ്വരത്തിൽ ഒരു മറുപടി വന്നു, രാജകുമാരി ഉറങ്ങി. ആരാണത് പറഞ്ഞ ആൾ? തത്തമ്മയുടെ സ്വരത്തിൽ സത്യനാണ് പറഞ്ഞത്. ജയചന്ദ്രൻ സത്യനെ തട്ടി അഭിനന്ദിച്ചു, അത്ര നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, തത്തമ്മ ഉറങ്ങിയോ? ഉടനെ സത്യൻ മറുപടി പറഞ്ഞു, രാജകുമാരി ഉറങ്ങി. ഭദ്രം? രാക്ഷസൻ ചോദിച്ചു. അപ്പോൾ സത്യൻ രാജകുമാരിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് പറയേണ്ടത്? അവൾ ചുണ്ടുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഭദ്രം. ഉടനെ സത്യൻ ഭദ്രം എന്ന് വിളിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും രാക്ഷസൻ്റെ കൂർക്കം വലി ഇവരുടെ മുറിയിലേക്ക് കേൾക്കാനുണ്ട്. നല്ല ഇടവപ്പാതിക്ക് ഇടിമുരളണ പോലത്തെ സ്വരമാണ് കൂർക്കം വലി. അവർ വേഗം തീരുമാനിച്ചു, ഇപ്പോൾ നമുക്ക് പുറത്ത് കടക്കണം. അധികം ഒച്ചയുണ്ടാക്കാതെ വാതിൽ തുറന്ന് ഇവർ പുറത്ത് കടന്നു. രാക്ഷസൻ ഉറങ്ങുന്ന ആ മുറിക്കുള്ളിലുള്ള താക്കോൽ പഴുതിലൂടെ നോക്കി. നല്ല ഉറക്കമാണ്. വേഗത്തിൽ ഇവർ ഓടി കോണിയിറങ്ങി താഴെ എത്തി. ഇരുമ്പ് വാതിലിന് നേരെ ഇവർ ഓടി. ഇരുമ്പ് വാതിലിൻ്റെ അടുത്ത് എത്താറായതും ഒരു വലിയ സ്വരം, നിൽക്കവിടെ! 3 പേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. നല്ല ചോരച്ച കണ്ണുമായി ഗദയും പിടിച്ചിട്ട് രാക്ഷസൻ നിൽക്കുന്നു. ജയചന്ദ്രൻ ഉടനെ വാളെടുത്തു. നീ ഈ രാജകുമാരിയെ ഇവിടെ തടവിൽ വച്ചിരിക്കുകയായിരുന്നു, നിൻ്റെ കഥ ഇന്ന് കഴിക്കും എന്ന് പറഞ്ഞു. സത്യനും രാജകുമാരിയും ജയചന്ദ്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. ജയചന്ദ്രൻ വഴങ്ങുന്നില്ല. ഉരുപ്പിടിച്ച വാളുമായിട്ട് രാക്ഷസൻ്റെ അരികിലേക്ക്. രാക്ഷസൻ കണ്ണൊക്കെ അങ്ങനെ ചുമപ്പിച്ചിട്ട് ഗദയും പിടിച്ചിട്ട് രാജകുമാരൻ്റെ അരികിലേക്ക്. സത്യനും രാജകുമാരിക്കും എന്തൊക്കെയാണ് ഇനി നടക്കുക എന്ന് അവരിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. രാജകുമാരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. 4ാമത്തെ അധ്യായം ഇവിടെ തീർന്നു. ഇനി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആര് ജയിക്കും എന്നുള്ളതൊക്കെ അടുത്ത അധ്യായത്തിലാണ്. അധികം വൈകാതെ തന്നെ പറഞ്ഞു തരാം.